സംസ്ഥാന പോലീസിൽ ആത്മഹത്യകൾ വീണ്ടും കൂടുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കകം ആത്മഹത്യ ചെയ്ത 5 ഉദ്യോഗസ്ഥരാണ്. പോലീസ് ജോലി ഉപേക്ഷിക്കുന്നവരുടെ എണ്ണവും കൂടുകയാണ്. അതേസമയം പോലീസ് ഉന്നതതല യോഗം ഇന്ന് ചേരാനിരിക്കുന്നു. വിവരങ്ങൾ നൽകാനായിട്ട് രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, ഈ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യാ പ്രവണത കൂടി വരുന്ന കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കാണുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കകം തന്നെ 5 ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് തന്നെ വിഷമകരമായ ഒരു കാര്യം. ഒപ്പം ഈ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ പ്രഷറുകൾ, അല്ലെങ്കിൽ ഈ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രഷറുകൾ ചെലുത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ആത്മഹത്യകളൊക്കെ കൂടുന്നു എന്ന് പല ഉന്നത ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയല്ലേ ഇന്ന് യോഗം ചേരുന്നതും ഉന്നത പോലീസ് നേതാക്കൾ? രജനി, പോലീസിലെ ജോലിഭാരവും അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദവും കുറയ്ക്കുന്നതിനായി വിവിധ പദ്ധതികൾ നടപ്പാക്കണമെന്ന് സർക്കാർ ആവർത്തിക്കുന്നതിനിടെയാണ് ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 5 ഉദ്യോഗസ്ഥരാണ് പോലീസിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ആത്മഹത്യ ചെയ്തത്. ഇതിനു മുൻപും 4 ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തിരുന്നു. അതായത് കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 5 പോലീസ് ഉദ്യോഗസ്ഥരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ കുറെ നാളത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പോലീസിൽ ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. ഒരു വർഷത്തിനിടെ മാത്രം ഏകദേശം 18ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പോലീസിൽ നിന്ന് കൂട്ടത്തോടെ സ്വയം വിരമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിക്കുന്നതും നേരത്തെ കണക്ക് ചെയ്തും ജനം TV വാർത്ത നൽകിയിരുന്നു. 190-നടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരാണ് സ്വയം വിരമിക്കലിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ രീതിയിൽ പോലീസിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അതായത് പോലീസിൽ ട്രെയിനിയായി കയറുന്ന SIമാർ പോലും പരിശീലനത്തിനിടെ ഈ ജോലി ഉപേക്ഷിക്കുന്ന സംഭവം പോലും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര വകുപ്പ് ഇതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പഠിക്കാൻ നിയോഗിച്ച സമിതിയിൽ മിനിസ്റ്റീരിയൽ ജീവനക്കാരെ കൂട്ടത്തോടെ ഉൾപ്പെടുത്തിയതും നേരത്തെ ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിലും പോലീസ് സേനയിൽ വലിയ അമർഷം തന്നെയായിരുന്നു ഉയർന്നിരുന്നത്. പ്രധാനമായും പോലീസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചത് ഈ പോലീസ് സ്റ്റേഷനിലും മറ്റും ഉദ്യോഗസ്ഥർ നേരിടുന്ന ജോലിഭാരവും അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദവും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടി മിനിസ്റ്റീരിയൽ ജീവനക്കാരെ നിയമിക്കുന്നു. അതിന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു പോലീസ് സേനയിൽ നിന്ന് തന്നെ അമർഷം ശക്തമായത്. ഇതിനിടെയാണ് ഏതായാലും ഒരാഴ്ചക്കിടെ 5 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പോലീസ് സേനയിൽ നിലനിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അമിത ജോലിഭാരമാണ്. മറ്റൊന്ന് ഈ മാനസിക സമ്മർദ്ദമാണ്. പോലീസിലെ അമിതമായ രാഷ്ട്രീയവൽക്കരണവും ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്ന് തന്നെയാണ് സേനയിൽ ഉയരുന്ന വികാരം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സർക്കാർ പലതരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുമ്പോഴും അതെങ്ങും എത്താത്ത ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതിനിടെ ഏതായാലും പോലീസിന്റെ ഉന്നതതല യോഗം ഇന്ന് ചേരുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയാണ് ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ചർച്ചയാകുന്നത് സംസ്ഥാനത്തെ ഗുണ്ട ആക്രമണങ്ങളാണ്. ഗുണ്ട ആക്രമണങ്ങൾ തടയാൻ പോലീസിന് കഴിയുന്നില്ലെന്ന വിമർശനം വളരെ ശക്തമായി ഉയർന്നിരുന്നു. ഈ വിഷയം ചർച്ച ചെയ്യാൻ നേരത്തെ മുഖ്യമന്ത്രി യോഗം വിളിച്ചിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിരുന്നില്ല. ഏതായാലും ഈ ഉന്നതതല യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയും ഉടൻ യോഗം വിളിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം സംസ്ഥാനത്ത് മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ ഗുണ്ടാക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഈ ജാമ്യത്തിൽ ഇറങ്ങുന്നവർ പോലും പിന്നീട് വീണ്ടും കൊലക്കേസുകൾ ഉൾപ്പെടുന്ന സംഭവങ്ങൾ പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തലസ്ഥാന ജില്ലയിൽ പോലും ഗുണ്ടാക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. ഈ ഉന്നതതല യോഗത്തിൽ ഈ പോലീസിലെ ആത്മഹത്യയും ചർച്ചയാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രജനി സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ദുഃഖകരമായ സംഭവം തന്നെയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പോലീസ് സേനയിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുന്ന സംഭവം വർദ്ധിച്ചു വരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 5 പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്ത സംഭവമാണ് പോലീസ് സേനയിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന പോലീസിൽ ആത്മഹത്യകൾ വീണ്ടും കൂടുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് തന്നെ ആത്മഹത്യ ചെയ്ത 5 ഉദ്യോഗസ്ഥരാണ്. പോലീസ് ജോലി ഉപേക്ഷിക്കുന്നവരുടെ എണ്ണവും കൂടുകയാണ്. ഇതൊക്കെ തന്നെ ഈ വിഷയമൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് പോലീസ് ഉന്നതതല യോഗവും ചേരുകയാണ്. രാജീവാണ് വിശദാംശങ്ങൾ നൽകിയത്.